ഒരു അബോർഷൻ കഴിയുമ്പോൾ, അതായത് ഒരു ഫസ്റ്റ് 3 months ഉണ്ടാകുന്ന ഒരു അബോർഷൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അബോർഷൻ ചെയ്തതാവാം, കുട്ടി വേണ്ട എന്ന് വെച്ചിട്ട് അബോർഷൻ ചെയ്യുന്നവരാവാം, കഴിയുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ബാക്കി പ്രോഡക്ട്സ് പോകാണ്ട് ഉള്ളിലിരിക്കുക എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് അബോർഷൻ എന്ന് പറയും. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഗുളിക കഴിച്ചിട്ട് എനിക്ക് ബോഡിയിൽ നിന്നും അത് പോയില്ല? ഡിപ്പെൻസ്. ചിലപ്പോൾ പ്രീവിയസ് സിസേറിയൻ ആണെങ്കിൽ ചിലപ്പോൾ ബോഡിയിൽ നിന്ന് പോയില്ല എന്ന് വരും. ചിലപ്പോൾ നോർമൽ ഡെലിവറി ഉണ്ടായിരുന്നവർ തന്നെ ചിലപ്പം ഉള്ളിലെ ആ പ്രോഡക്ട്സ് പോയില്ല എന്ന് വരും. ഇതിൻ്റെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഏകദേശം 4%. അതായത് 100 പേരെ എടുത്താൽ അതിൽ 4 പേർക്ക് ഇത് ഉള്ളിൽ തന്നെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ ഇതിന് എന്താണ് കോംപ്ലിക്കേഷൻ? അതാണ് പലരും ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ ഇത് ഉള്ളിൽ തന്നെ ഇരുന്നാൽ റിപ്പീറ്റഡ് ആയിട്ട് ബ്ലീഡിങ് വരാം. ചിലർക്ക് അൺകൺട്രോൾഡ് ആയിട്ട് നിർത്താൻ പറ്റാതെ ഹെവി ആയിട്ട് മെൻസ്ട്രൽ ബ്ലീഡിങ് വരാം. അത് പേഷ്യൻറ്റിന് സിവിയർ ആയിട്ട് അനീമിയയിലോട്ട് കൊണ്ടുപോകാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഇൻഫെക്ഷൻ ആവാം. ഇൻഫെക്ഷൻ ആയി ഉള്ളിലിരുന്ന് ഇൻഫെക്ഷൻ ആയാൽ ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് ആയിട്ടോ അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലിംഗ് ബ്ലീഡിംഗ് ആയിട്ടോ പേഷ്യൻറ്റ് വരാറുണ്ട്. പിന്നെ ലേറ്റായിട്ട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, ഇതിപ്പോൾ ഉള്ളിലിരുന്നു, വലുതായിട്ട് ബ്ലീഡ് ചെയ്തില്ല, നിങ്ങൾ അതിനെ വൈൻഡ് ചെയ്തില്ല, അത് കുറച്ച് നാൾ കഴിഞ്ഞു എന്ന് വെച്ചോ. ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ ഇതെന്ത് സംഭവിക്കാം? ഉള്ളിൽ ആ പ്രോഡക്റ്റ് ഇരുന്ന് യൂട്രസിനുള്ളിൽ ഒട്ടലുകൾ ഉണ്ടാക്കാം. ഒട്ടലുകൾ ഉണ്ടായാൽ, ഇൻട്രായൂട്രൈൻ അഡഷൻസ് ഉണ്ടായാൽ അതിന് ആഷർമാൻ സിൻഡ്രോം എന്ന് നമ്മൾ പറയും. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചർ ഇൻഫെർട്ടിലിറ്റിയുടെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഉള്ളിൽ ബാക്കി പ്രോഡക്റ്റ് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് DNC അല്ലെങ്കിൽ സക്ഷൻ ഇവാക്വേഷൻ ചെയ്ത് അതെടുത്ത് കളയണം. അതായത് സർജറി ചെയ്ത് അല്ലെങ്കിൽ സർജിക്കലായിട്ട് അതെടുത്ത് കളയേണ്ടി വരും എന്ന് പറയുന്നത്. പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഇനിയും വീണ്ടും മെഡിസിൻസ് യൂസ് ചെയ്തുകൂടെ? എന്തുകൊണ്ട് മെഡിസിൻസ് യൂസ് ചെയ്യാൻ തരുന്നില്ല? ഒരു 2-3 പ്രാവശ്യം മെഡിസിൻസ് തന്നിട്ടും പോയില്ല എന്നുണ്ടെങ്കിൽ അത് ഉള്ളിലിരുന്നാൽ ഇൻഫെക്ഷൻ ആവും. ഇല്ല, റെയറായിട്ടൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് പോളിപ്പ് പോലെയായി, അതായത് ഒരു മുഴ പോലെയായി യൂട്രസിൽ നിന്ന് താഴേക്ക് വരും. അത് സെക്കൻഡറി ഇൻഫെക്റ്റഡ് ആവും. അതിൻ്റെ ഇൻഫെക്ഷൻ യൂട്രസിനുള്ളിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഇൻഫെക്ഷൻ വൺസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാൻ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ പ്രഗ്നൻസിയെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. സോ ഇത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ സർജിക്കലി അത് DNC ചെയ്ത് എടുത്ത് കളയണം എന്ന് പറയുന്നത്.